ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഓണത്തിന് പായസം ഉണ്ടാക്കാൻ വേണ്ടി ചക്ക വറുത്തതാണ് കേട്ടോ. ഒരു ചക്ക കിട്ടി. സ്വന്തം വീട്ടിലെ ചക്ക കിട്ടിയ സമയത്തൊന്നും ചെയ്തില്ല ഈ പ്രാവശ്യം. കാര്യം ഇവിടെ ആരും ഇല്ലായിരുന്നു. കിട്ടിയത് ഞാൻ അപ്പുറത്ത് അടുത്തുള്ള വീടുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ചക്ക പഴമായിട്ട് ഞാൻ എടുത്തതേയില്ല. വരിക്കച്ചക്ക വരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മുറിച്ചപ്പുറം ഇപ്പുറം എല്ലാ വീടുകളിലും കൊടുത്തു. അല്ലാതെ ഞാനും കഴിക്കാൻ നിന്നില്ല. എനിക്കിഷ്ടമാണ്, പക്ഷേ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും വെട്ടിയെടുക്കാനുള്ള താല്പര്യമില്ല. അതുകൊണ്ട് പച്ചയ്ക്ക് തന്നെ മുറിച്ച് അടുത്ത വീടുകളിലൊക്കെ കൊടുത്തു, ഫ്രണ്ട്സിന് കൊടുത്തു ഒക്കെ ചെയ്തു. ഇതിപ്പോൾ അല്ലാതെ എൻ്റെ മരുമകൻ്റെ വീട്ടിൽ നിന്നൊരു ചക്ക കൊണ്ടുവന്നു ഇപ്പോൾ ഈ അടുത്ത സമയത്ത്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അതും മുറിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് മുറിച്ച് പിള്ളേർക്ക് 2 കഷ്ണം ചുളയൊക്കെ കൊടുക്കാണ്ട് ആയിരുന്നു. പക്ഷേ അതിന് എനിക്ക് സമയം കിട്ടിയില്ല. പിള്ളേരെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ടേ ഭയങ്കര തിരക്ക് പിടിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇന്ന് അതിനെ ഒന്ന് വെട്ടി നോക്കിയപ്പം കുറച്ചൊക്കെ കേടായിപ്പോയെന്ന് വെച്ചാൽ സമയം കഴിയുമ്പോഴേ, പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ചുളയുടെ 2 അറ്റവും ഒരു വല്ലാതെ ആവും. അപ്പോൾ അതൊക്കെ കഷ്ണിച്ച് കളഞ്ഞ് അപ്പോൾ ഇവിടെ കഴിക്കാനായിട്ടിപ്പോൾ ആരുമില്ല. പിള്ളേർ കഴിക്കാൻ വലിയ താല്പര്യം കാണിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിന് കുറച്ച് ശർക്കരയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, നെയ്യും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വറട്ടി വയ്ക്കാം, ഓണത്തിനൊരു ദിവസത്തെ ഒരു പായസം ആക്കാമല്ലോ, അല്ല വറട്ടി കഴിക്കുവാണെങ്കിൽ വറട്ടി കഴിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വറട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും കാണുക. പൂർത്തിയാക്കിയതിന് ശേഷം ഇനി അടുത്തത് ഞാൻ കാണിക്കാം. എനിക്ക് എൻ്റെ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കണം, ഒരു കൈ കൊണ്ട് ഇളക്കണം, എല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ എന്നുള്ള താല്പര്യത്തിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിനി ബാക്കി പൂർത്തിയായതിന് ശേഷം കാണിക്കാം. ഓക്കേ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചക്ക വറട്ട് ഏകദേശം പകുതിയായതേ ഉള്ളൂ. ചക്ക വറന്നിട്ടില്ല. ചിലപ്പോൾ ഇത് അലുവയായിട്ട് മാറും. അലുവയാക്കി മാറുക, രണ്ടും ഒരേപോലെ തന്നെയാണ്. ഒരു പാത്രത്തിൽ സെറ്റാക്കുക, അലുവ കോരി വയ്ക്കുന്നത് കൂമ്പാരമായിട്ട് കോരി വെച്ചാൽ അത് ചക്ക വറട്ടിയത്. അങ്ങനെ ആവത്തുള്ളൂ. കുറച്ച് നട്ട്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ താല്പര്യം ഞാൻ വിചാരിക്കുന്നു അത് പാത്രത്തിലാക്കി സെറ്റാക്കാം. ഏതായാലും രണ്ടിനായാലും വറണ്ട് കിട്ടണം, നല്ലവണ്ണം വറണ്ട് ഉരുണ്ട് വരണം.